ഒന്നാമത്തത് യാതൊരു സംശയവും വേണ്ടതില്ല, റമളാൻ മാസത്തിലെ നോമ്പാണ്. രണ്ടാമത്തെ കാര്യം, റമളാനിൽ പ്രത്യേകം പ്രോത്സാഹനം നൽകപ്പെട്ടിട്ടുള്ളതാണ് റമളാനിലെ രാത്രി നമസ്കാരം. റമളാനിലെ ഖിയാമു റമളാൻ അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ, തറാവീഹ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ആ നമസ്കാരം അത് എല്ലാ സന്ദർഭങ്ങളിലും ഉള്ളതാണെങ്കിലും റമളാനിൽ അതിന് പ്രത്യേകം പ്രോത്സാഹനം നൽകപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഒരാവർത്തിയെങ്കിലും ഓതി ഖത്തം തീർക്കേണ്ടതാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണത്. നാലാമത്തത്, പരിശുദ്ധ ഖുർആൻ കേവലം ഓതി തീർക്കുക എന്നതിനപ്പുറത്ത് കൃത്യമായി പഠിക്കാൻ കൂടി, അഥവാ ഹിഫ്ളാക്കുക. ആ ഹിഫ്ളാക്കിയത് മറ്റുള്ളവർക്ക് ഓതി കൊടുക്കുക. മറ്റുള്ളവർ ഹിഫ്ളാക്കിയത് നമുക്ക് കേൾക്കേണ്ടി വരികയാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മളത് കേട്ടുകൊടുത്ത് അവരുടെ തെറ്റുകളൊക്കെ തിരുത്തി കൊടുക്കുക. അതേപോലെ തന്നെ ഏതെങ്കിലും അധ്യായങ്ങൾ പ്രത്യേകം സെലക്ട് ചെയ്ത് അതിൻ്റെ തഫ്സീർ കൂടി പഠിക്കുക. അതിലെ അഹ്കാമുകൾ, അതിലെ നിയമങ്ങൾ, അതിലുള്ള ഗുണപാഠങ്ങൾ ഒക്കെ പഠിക്കുക. അങ്ങനെ ഒരു പഠനം എന്നുള്ള നിലക്ക് തന്നെ പരിശുദ്ധ ഖുർആനിനെ കാണേണ്ടതാണ്. അഞ്ചാമത്, റമളാനിൽ വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിട്ടുള്ള വിഷയമാണ് പാവങ്ങളായ മിസ്കീനുകളായ ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത്. പ്രത്യേകിച്ചും അത് നോമ്പ് തുറപ്പിക്കലാണെങ്കിൽ വളരെ ഹൈറാണ്. അതേപോലെ തന്നെ റമളാനിൽ ചെയ്യേണ്ടുന്ന മറ്റ് ഒരു വലിയ ഇബാദത്താണ് പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കൽ, ഭജനമിരിക്കൽ. അതേപോലെ തന്നെ റമളാനിൽ ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ഉംറ എന്നുള്ളത്. റമളാനിൽ ഒരു ഉംറ എന്നുള്ളത് വളരെയധികം പ്രോത്സാഹനം നൽകപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എട്ടാമത്തെ കാര്യം, സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ ഒരു അലസതയും മടിയും റമളാനിൻ്റെ മാസത്തിൽ നമുക്കുണ്ടാവാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് നോമ്പുകാരുടെ ദുആ സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. സലാസു ദഅവാത്തിൻ ലാ തുറദ്, 3 വിഭാഗം ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു തള്ളിക്കളയുകയില്ല. ഒന്ന് ദഅവത്തുൽ വാലിദ്, പിതാവ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. മറ്റൊന്ന് ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ്. മൂന്നാമത്തത് ദഅവത്തുസ് സായിം, നോമ്പുകാരൻ്റെ പ്രാർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ അത് തള്ളപ്പെടുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഉദ്ദേശിച്ചത് നൽകും, അല്ലെങ്കിൽ പിന്നീട് നൽകും, ഇല്ലെങ്കിൽ പരലോകത്ത് വമ്പിച്ചൊരു പ്രതിഫലമായി അള്ളാഹു അതിനെ മാറ്റുന്നതാണ്. അതുകൊണ്ട് ഒരു നിലക്കും നോമ്പുകാരൻ്റെ ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയുകയില്ല.